ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇന്ന് അഡ്മിറ്റ് കാർഡ് ഐ തിങ്ക് 2 അതായത് 2:30 ആയപ്പോഴാണ് അഡ്മിറ്റ് കാർഡ് വന്നത്. എനിക്കറിയാമായിരുന്നു വെളുപ്പിനായിരിക്കും വരുന്നതെന്ന്. കാരണം ഇന്നലെ അവർ ആ ഒരു ലൈക്ക് പൊതുവെ ഇവർ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി റിസൾട്ട്സും വെളുപ്പിനെയാണ് ഇടാറ്. സോ ഐ തിങ്ക് 2:30 ആയപ്പോഴത്തേക്കും വന്നു. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഐ തിങ്ക് പേഴ്സണൽ ഫോണിൽ മെസ്സേജായിട്ട് വന്നായിരുന്നു. പിന്നെ ലൈക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം ഒരു അഡ്മിറ്റ് കാർഡ് വരുമ്പം, പിന്നെ അതിൻ്റെ സൈഡിലും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ലൈക്ക് എൻ്റെ അനിയത്തിയുടെ പോർട്ടലിൽ കയറിയിട്ടാണ് പറയുന്നത്. സോ അപ്പം നോ കാൻഡിഡേറ്റ്സ് വിൽ ബി അലൗഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ വെന്യൂ വിത്തൗട്ട് അറിയാമല്ലോ വാലിഡ് അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ IDs നമുക്ക് വേണം, സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ്, പിന്നെ ക്ലാസ് 12ൻ്റെ അഡ്മിറ്റ് കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ഏതെങ്കിലും ഒന്ന് മതി. ആധാർ കാർഡ്, അപ്പം പൊതുവേ ഞാൻ ആധാർ കാർഡാണ് കൊണ്ടുവരുന്നത്. ഞാൻ ആധാർ കാർഡും പിന്നെ എൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ചുമ്മാ എടുത്തായിരുന്നു എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡും ആധാർ കാർഡുമാണ് നിങ്ങൾ മെയിൻലി എടുക്കേണ്ടത്. ഇനി നമുക്ക് അഡ്മിറ്റ് കാർഡ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, എന്താണ് വരുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡഡ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ലൈക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനകത്ത് വെന്യൂ, അപ്പോൾ എൻ്റെ സിസ്റ്ററിന് കിട്ടിയിരിക്കുന്ന വെന്യൂ സെയിൻറ്റ് കിഡ്സ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആണ്. അവളുടെ ഡേറ്റ് 25 ഏപ്രിലാണ് അവളുടെ ഡേറ്റ്. പിന്നെ അവളുടെ റിപ്പോർട്ടിംഗ് ടൈം 12 തൊട്ട് 1:30 വരെ. അറിയാമല്ലോ 3 hours എക്സാമാണ് നമുക്ക് വരുന്നത്, 2 to 5 PM. അത് എല്ലാവർക്കും ഉച്ചയ്ക്ക് തന്നെയാണ് ഷെഡ്യൂളെന്ന് എനിക്ക് തോന്നുന്നത്. സോ യാ, അപ്പോൾ അത് കുഴപ്പമില്ല. സെയിൻറ്റ് കിഡ്സ് ഒക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ നോക്കണം. ഇത് വെന്യൂ ഓഫ് ദ എക്സാമിനേഷൻ, അഡ്രസ് ഓഫ് ദ വെന്യൂ, ഡേറ്റ്, റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗ് ടൈമിനുള്ളിൽ നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. അതായത് ഒരു 1:30 എത്തണം. ഞാനൊക്കെ ആണെങ്കിൽ 12 മണിക്കേ പോയി നിൽക്കുമായിരുന്നു, ലൈക്ക് ഭയങ്കര പേടിച്ചിട്ട്. പക്ഷെ 1:30 മുന്നേ എത്തിയാൽ മതി, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. പിന്നെ ചെല്ലുമ്പം അഡ്മിറ്റ് കാർഡ് എടുക്കാൻ മറക്കരുത്. പിന്നെന്താണ്, അഡ്മിറ്റ് കാർഡും എടുക്കണം. പിന്നെ അതുകൂടാതെ നിങ്ങൾ എന്തെങ്കിലും ആധാർ കാർഡ്, പിന്നെ ഒരു ഫോട്ടോയും കൂടി എടുത്തോ, ചുമ്മാ ലൈക്ക് ഒരു ഇതിന് എടുത്തോ. പിന്നെ പേന പേപ്പറും എടുത്തോ. ലൈക്ക് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെ തരുന്നതാണ്, അവിടെ നിന്ന് തന്നെയാണ് എനിക്കൊക്കെ തന്നത്. ലൈക്ക് പ്രാക്ടീസ് നമുക്ക് ചെയ്ത് നോക്കണമല്ലോ. ലൈക്ക് എനിവേസ് ഒരു 2 പേപ്പറും പേന എടുത്തോ, അവർ തന്നെ തരും. എന്തായാലും കയറ്റുമ്പോൾ നമുക്ക് ID കാർഡും അത് മാത്രമേ സമ്മതിക്കത്തുള്ളൂ. സോ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, അതൊക്കെ ചിലപ്പം എല്ലാം കാണും. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് എല്ലാം കാണും. എൻ്റെ സമയത്തെല്ലാം എഴുതുമായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു അഡ്മിറ്റ് കാർഡ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് അഡ്മിറ്റ് കാർഡ് ഷുഡ് ബി പ്രസൻറ്റഡ് അലോങ് ഒറിജിനൽ വാലിഡ് ID പ്രൂഫ് ഓഫ് വെരിഫിക്കേഷൻ. അപ്പം എന്തെങ്കിലും ID കാർഡ്സോ ഇത് നിങ്ങൾ വായിക്കണം. ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ടു അറ്റൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. എന്താണ്, കാൻഡിഡേറ്റ് മസ്റ്റ് റിപ്പോർട്ട് അറ്റ് ദ റിപ്പോർട്ടിംഗ് പോയിന്റ് ഓഫ് വെന്യൂ ആസ് പെർ ദ time scheduled above. Okay, the reporting point will be closed half an hour before the examination. No candidate shall be permitted to enter the examination hall. അതായത് റിപ്പോർട്ടിംഗ് ടൈമിന് ശേഷം ആരെയും അകത്തോട്ട് കയറ്റില്ല എന്നാണ് പറയുന്നത്. കാൻഡിഡേറ്റ് ഷുഡ് പ്രൊഡ്യൂസ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം. കാൻഡിഡേറ്റ്സ് സീറ്റ് എക്സാമിനേഷൻ ഹാൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫോട്ടോ ക്യാപ്ചർ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഉണ്ട് ആക്ച്വലി. അത് JEE ഞാൻ ഇതാക്കിയായിരുന്നു. നമ്മുടെ ഇതിന് ഒരു ഫോട്ടോ ക്യാപ്ചർ കാര്യങ്ങൾ, അതായത് കുറേ ഒരു പ്രോസസ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇത് ഒരു മണിക്കൂർ മുന്നെങ്കിലും ചെല്ലണം എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് വരുന്ന കാൻഡിഡേറ്റ്സിന് ആ പ്രോസസ്സ് എല്ലാം കയറ്റി അവർക്ക് കുറച്ച് നേരം ഒരു ഫ്രഷ് ടൈമായിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് ഐ പ്രിഫർ നിങ്ങളൊരു 12:30 ആകുമ്പോഴെങ്കിലും ആ ഒരു വെന്യൂവിൽ എത്തുക എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സ് ആർ നോട്ട് പെർമിറ്റഡ് ടു ക്യാരി എനി ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് വാച്ചസ്. ഓക്കെ, അതൊന്നും പറ്റത്തില്ല, അതറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഷീറ്റ്സ് ഓഫ് പേപ്പർ ഫോർ റഫ് വർക്ക് വിൽ ബി ഓക്കെ. എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും, അപ്പോൾ അത് കൊണ്ടുപോകണ്ട. കാൻഡിഡേറ്റ്സ് മസ്റ്റ് റൈറ്റ് റോൾ നമ്പറും നെയിം എടുത്ത് ആ പേപ്പറിൻ്റെ ടോപ്പിൽ റോൾ നമ്പർ എഴുതണം, പിന്നെ നെയിമും എഴുതണം. ഓക്കെ, പിന്നെ സിഗ്നേച്ചർ ഓൾസോ. ഓക്കെ, ദ ഷീറ്റ് ഷുഡ് ബി അവർ റിട്ടേൺ ചെയ്യും. അവർ എക്സാം കഴിയുമ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇൻ ദ എക്സാമിനേഷൻ ഹാൾ എ മോക്ക് ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് പ്രയർ ടു ആക്ച്വൽ എക്സാമിനേഷൻ ഫോർ ദ ഫെമിലറൈസേഷൻ ഓഫ് കാൻഡിഡേറ്റ് വിത്ത്. എക്സാമിനേഷൻ ഹാൾ ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ടു ദ ആക്ച്വൽ എക്സാമിനേഷൻ ഫോർ ദ ഫെമിലറൈസേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് ദ കമ്പ്യൂട്ടർ ബേസ്. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
ചിലപ്പോൾ അവർ ചെയ്യുന്നത്. ചിലപ്പോൾ അത് അവർ ഇൻഫോമും ചെയ്യും മോക്ക് ടെസ്റ്റ്. അതിൻ്റെ കാര്യം ഞാൻ വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാച്ചിലെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയാം. വൺസ് കാൻഡിഡേറ്റ്സ് ഹാസ് റിപ്പോർട്ടഡ് ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ ഹി ഓർ ഷീ വിൽ നോട്ട്, ഓക്കെ അറിയാമല്ലോ, അത് ആ 3 മണിക്കൂർ കഴിയാതെ നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു 10 ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾ ആ 3 മണിക്കൂർ അവിടെ തന്നെ ഇരിക്കണം. പക്ഷെ എന്ന് വെച്ച് നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാനും പോകരുത്. അറിയാവുന്നതിനകത്തെ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാവേ. ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ഈസ് ഇഷ്യൂഡ് ബൈ CEO. ഓക്കെ, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, അത് ഉറപ്പായിട്ടും അവർ എന്തായാലും പറയുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് അഡ്മിറ്റ് കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. എനിക്കിത് ലൈക്ക് ഇത് ചിലപ്പം ചിലവർക്ക് അത് മനസ്സിലായെന്നറിയാം, എല്ലാവർക്കും മനസ്സിലാവും. എനിവേസ് എൻ്റെ ഒരു ഇൻപുട്ട് കൊടുക്കണമെന്ന് തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ വേറൊരു അടിപൊളി കാര്യം ഞാൻ കണ്ടു. യെസ്, എന്താണ്, പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. പ്രാക്ടീസ് ടെസ്റ്റ് നമുക്ക് നോക്കിയാലോ. പ്രാക്ടീസ് ടെസ്റ്റിൻ്റെ അകത്ത് ഇതിപ്പം ഞാൻ ചെയ്ത എൻ്റെ അനിയത്തി എന്നെ തല്ലും, അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അതായത് ചിലവർക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ, അവർക്ക് വേണ്ടി ഇവരൊരു പ്രാക്ടീസ് ടെസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ലൈക്ക് ഭയങ്കര നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഹിയർ ബൈ ഡിക്ലെയർ ചെയ്തിട്ട് സ്റ്റാർട്ട് എക്സാം തുടങ്ങുമ്പോൾ ഒരു 3 hours എക്സാം പോലെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ യെസ്, അപ്പം നല്ല കുറേ ഫീച്ചേഴ്സ്, നല്ല കുറേ ഇൻപുട്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിലാണെങ്കിലും കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസ് ടെസ്റ്റ്, അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതൊക്കെ ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം ഈ പ്രാക്ടീസ് ടെസ്റ്റ് എല്ലാവരും ചെയ്യണം. ഈവൻ ദോ നിങ്ങൾ ഫുള്ള് പഠിച്ചില്ല എന്ന് പറഞ്ഞാലും ചെയ്യണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കത്തൊന്നുമില്ല, പക്ഷേ ഈ ഒരു രീതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് ജസ്റ്റ് ഷോർട്ടായിട്ട് ഒന്ന് ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ദാറ്റ്സ് ഇറ്റ്. ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ. മാക്സിമം നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ലൈക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ആണെങ്കിലും ലൈക്ക് ഞാനൊരു പേജ് പോലെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൗട്ടുള്ള ചാപ്റ്റേഴ്സ് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യും. ഞാൻ വീഡിയോസൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം ഷെയർ ചെയ്യാത്തത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ്. ബൈ ബൈ, സീ യു.